നിലപാട് കടുപ്പിച്ച് CPI. MOU-വിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനം. LDF രീതി ഇതല്ലെന്നും കരാർ റദ്ദാക്കണമെന്നും ബിനോയ് വിശ്വം. ആ ഒപ്പിടൽ മുന്നണി മര്യാദയുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഓരോ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFിന്റെ വഴി. CPI-യുടെ എതിർപ്പിനിടയിലും നിലപാട് ന്യായീകരിച്ച് CPM തന്ത്രപരമായി നീക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഇടത് നയമെല്ലാം സർക്കാരിന് നടപ്പാക്കാനാവില്ലെന്ന് MV ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടതെന്ന വിചിത്ര ന്യായവുമായി LDF കൺവീനർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പോറ്റിയെ ബെല്ലാരിയിലെത്തിച്ച് തെളിവെടുക്കും. സ്വർണ്ണമോഷണം കൊണ്ട് ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. സെയിന്റ് റീത്ത സ്കൂളിൽ ഇനി പഠിക്കാനില്ലെന്ന് ഹിജാബ് വിലക്ക് നേരിട്ട പെൺകുട്ടി. പിതാവ് നിലപാട് അറിയിച്ചതോടെ തുടർ നടപടികൾ അവസാനിപ്പിച്ച ഹൈക്കോടതി. ഭരണഘടന അനുശാസിക്കുന്ന സാഹോദര്യം നിലനിർത്തണമെന്ന് കോടതി. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ നയതന്ത്രത്തിന് വഴങ്ങില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തലയിൽ തോക്ക് വെച്ച് വ്യാപാര കരാറുകൾ നടപ്പാക്കുന്നത് അംഗീകരിക്കില്ല. US-ഉമായുള്ള വ്യാപാര കരാർ തിടുക്കത്തിൽ നടപ്പാക്കില്ലെന്നും ശക്തമായ ഭാഷയിൽ മന്ത്രി. ബീഹാർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ NDA ആവേശം ഇരട്ടിയാക്കി പ്രധാനമന്ത്രി. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല ജയം നേടുമെന്ന് റാലിയിൽ നരേന്ദ്രമോദി. ഇന്ത്യ ബ്ലോക്ക് ജാമ്യത്തിലിറങ്ങിയ ആളുകൾ നയിക്കുന്ന മുന്നണിയെന്നും പരിഹാസം. NDA-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന മറുചോദ്യവുമായി മഹാസഖ്യം.